ഓണം കളറാക്കാനുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിൽ സംസ്ഥാന ധനവകുപ്പ് 10,000 കോടി രൂപ ഓണ ചെലവുകൾക്ക് വേണ്ടി മാത്രം വരുമെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാരിന്റെ പ്രധാന ചെലവുകൾ കിറ്റ് വിതരണം, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ബോണസ്, അഡ്വാൻസ് എന്നിവയാണ്. ഓണം കളറാക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലേ? അതെ, നാടെങ്ങും ഒരുക്കങ്ങളിലേക്ക് കടന്നു. എന്നാൽ സർക്കാർ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്, പ്രത്യേകിച്ച് ധനവകുപ്പ്. കാരണം ഓണം കളറാക്കാൻ ഖജനാവിൽ പണമുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. 10,000 കോടി രൂപ വരെ ഓണച്ചെലവുകൾക്ക് വേണ്ടിവരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രധാന ചെലവുകൾ എന്ന് പറയുന്നത് കിറ്റ് വിതരണം, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, കൂടാതെ സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസ്, അഡ്വാൻസ് എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന ചെലവുകളിൽ വരുന്ന ഘടകങ്ങൾ. ഇതിനു പുറമെ KSRTC ജീവനക്കാർക്കുള്ള ബോണസ്, ഉത്സവബത്ത വിതരണ എന്നിവയ്ക്കും സർക്കാർ പണം കണ്ടെത്തണം. കശുവണ്ടി, കയർ, കൈത്തറി തൊഴിലാളികൾക്കുള്ള ഓണം തുക വിതരണം എന്നിവയ്ക്കുള്ള പണവും സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവരുടെ ഉത്സവബത്തയും നൽകണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 952 കോടിയും ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വിതരണത്തിന് 128 കോടി രൂപയുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ വേണ്ടത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വന്ന ഓണം കെങ്കേമങ്ങാക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും വർഷമായി നൽകി വരുന്ന ഓണസമ്മാനം ഇത്തവണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിനപ്പുറം ഓണം വാരാഘോഷത്തിനും കലാപരിപാടികൾക്കുമുണ്ട് അധിക ചെലവ്. ജീവനക്കാരുടെ ശമ്പള ചെലവിൽ 2,648 കോടി രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പെൻഷൻ ചെലവുകൾ 2,000 കോടിയോളമാണ് ഉയർന്നതെന്നും പറയുന്നു. എല്ലാത്തിനും പോംവഴിയായി സർക്കാർ കടമെടുക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. കടമെടുക്കേണ്ടതാകട്ടെ 2,200 കോടി രൂപയ്ക്ക് മുകളിൽ വരും. ഓണവിപണിയിലേക്ക് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പണം ഒഴുകിയെത്തുമ്പോൾ GST ഇനത്തിൽ വലിയ തുക അടുത്ത മാസങ്ങളിലായി സർക്കാരിലേക്ക് എത്തുമെന്നാണ് ഇത്തരത്തിൽ കടമെടുക്കുമ്പോൾ സർക്കാരിന്റെ പ്രതീക്ഷ. അതിനാൽ ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ പ്രധാന ചെലവുകളിൽ വരുന്ന കിറ്റ് വിതരണവും 2 മാസത്തെ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും ബോണസും അഡ്വാൻസും എല്ലാം തകിടം മറിയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.